എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ദാദാഭായ് നവറോജി. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ബാരോമീറ്റർ. കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുകരണമായ കേരളീയ കലാരൂപം ഏത്? കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുകരണമായ കേരളീയ കലാരൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വേലകളി. ഒരു സ്കൂൾ തുറക്കുന്നതാരാണോ അയാൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്? ഒരു സ്കൂൾ തുറക്കുന്നതാരാണോ അയാൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വിക്ടർ ഹ്യൂഗോ. ഒരു സംസ്ഥാനത്തിൽ പരമാവധി എത്ര വർഷം വരെ രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും? ഒരു സംസ്ഥാനത്തിൽ പരമാവധി എത്ര വർഷം വരെ രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 3 വർഷം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വാഗ്ഭടാനന്ദ ഗുരു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 265 ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 265 ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നികുതി. ഹോസ്ദുർഗ് കോട്ട ഏത് ജില്ലയിൽ? ഹോസ്ദുർഗ് കോട്ട ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കാസർഗോഡ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്? ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഏത് ജില്ലയിൽ? നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഏത് ജില്ലയിൽ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കോട്ടയം. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത്? ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സൂററ്റ്. കേരളത്തിലെ ആദ്യ കാർഷിക വില്ലേജ്? കേരളത്തിലെ ആദ്യ കാർഷിക വില്ലേജ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കവിയൂർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1998. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മന്ത്. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ക്രിസ്തുമസ് രോഗം. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ജവഹർലാൽ നെഹ്റു. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നതെന്ന്? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡിസംബർ 2. പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചതെവിടെ? പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചതെവിടെ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വടക്കൻ പറവൂർ. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം,
സംഗീത നാടക അക്കാദമി. ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം. ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മധുര. താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉദ്ഭവിച്ചത്? താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉദ്ഭവിച്ചത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഭരതനാട്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1858. നീതി ആയോഗിൻ്റെ ആസ്ഥാനം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ന്യൂഡൽഹി. 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പശ്ചിമ ബംഗാൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1993. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കരിമ്പ്. ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മാൻഡിൽ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1992. ദേശീയപാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കാനുള്ള പദ്ധതി. ദേശീയപാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സേതു ഭാരതം. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സിഫിലിസ്. ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം. ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മോൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ബിറ്റുമിൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നിലമ്പൂർ. ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1853. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചതാരാണ്? മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചതാരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ശ്രീനാരായണ ഗുരു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, എക്കൽ മണ്ണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമേത്? ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഗുജറാത്ത്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമേത്? കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സാർസ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന എൻസൈം? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ടൈലിൻ. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ശാന്തസമുദ്രം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനമേത്? ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മണിപ്പൂർ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമേത്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1900. താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആസ്ബറ്റോസ്. നിർവീര വസ്തുവിൻ്റെ pH മൂല്യം? നിർവീര വസ്തുവിൻ്റെ pH മൂല്യം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 7. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.